ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ച വിഷയം ഇതായിരുന്നു: നമ്മുടെ ഭവനത്തിൽ അദൃശ്യ ശക്തികളുടെ സാന്നിധ്യമുണ്ട്. എന്താണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അദൃശ്യ ശക്തികൾ ഉദ്ദേശിക്കുന്നത്, ചില വീട്ടിൽ ഇങ്ങനെ നടക്കുന്ന ഒച്ച കേൾക്കുക, നിഴൽ ഓടിപ്പോവുക, ആരോ അപ്പുറത്തുള്ള പോലെ തോന്നുക, മുറ്റത്തൂടെ നടക്കുന്ന അനുഭവം, ഇങ്ങനെ മെറ്റലിൻ്റെ മുകളിൽ കൂടെയൊക്കെ നടന്നു പോകുന്ന അനുഭവം, റൂഫിൻ്റെ മുകളിൽ കൂടെ ആരോ ചാടി നടന്നു പോകുന്ന അനുഭവങ്ങൾ, ചില ഭവനത്തിൽ ഇങ്ങനെ നമുക്ക് അടി തരുന്ന, കിടക്കുമ്പോൾ മുഖത്തടിക്കുന്ന, കഴുത്തെ പിടിക്കുന്ന അനുഭവങ്ങൾ, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചോദിച്ചിരുന്നു. ചിലരിത് കാണുമ്പോൾ വിമർശന ബുദ്ധിയോടെ വന്നേക്കാം. നിങ്ങൾ ഭ്രാന്ത് പറയുന്നതാണ്, അല്ല ഇതൊക്കെ വെറുതെയാണ്, ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നവരുണ്ടാകും. അനുഭവമില്ലാത്തവരുടെ ഒരു സ്വഭാവമുണ്ട്, ഇങ്ങനെയൊന്നും അവർക്ക് അനുഭവമില്ലെങ്കിൽ അതിനെല്ലാം നിഷേധിക്കുക. എന്നാൽ വേറൊരു തരത്തിൽ, വേറൊരു ആംഗിൾ, മറ്റു ഭാഗം പറയുന്നത്, അനുഭവവും നേരിട്ട് കണ്ടവരുടെ സാക്ഷ്യങ്ങളും പറയുന്നത്, അല്ല, ഞങ്ങൾക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ യൂട്യൂബിൽ ഇതുപോലൊരു വീഡിയോ വരുമ്പോൾ പലരും അതിനെ വിമർശനാത്മക രീതിയിൽ സമീപിക്കാറുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഭ്രാന്ത് പറയാനാണ്, ഇവൻ നോൺസെൻസ് ആണ് ടോക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. ചിലപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ അടി കിട്ടുന്ന റൂമുകൾ, ഇങ്ങനെ ആളുടെ കൂടെ ഇങ്ങനെ മറ്റ് സാന്നിധ്യത്തിൽ കാണുന്ന ഭവനം, അങ്ങനത്തുള്ള ഭവനങ്ങൾ ഉണ്ട്. ആ ഭവനത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഒരു രാത്രിയെങ്കിലും ഇതുപോലെ കട്ടിലെ കിടന്നാൽ കഴുത്തിൽ വന്ന് ഞെക്കിപ്പിടിക്കുന്ന അനുഭവങ്ങളുള്ള ഭവനങ്ങൾ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ അവിടെ വന്നൊന്ന് കിടന്നു നോക്ക്, എന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയും. അങ്ങനെയുള്ളവരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ഞങ്ങൾ ചില വീടുകളെ കൊണ്ടുപോകാം, ചില വീടുകൾ നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോയി പരിചയപ്പെടുത്താം. നിങ്ങളവിടെ താമസിക്കണം, നിങ്ങളുടെ റിസ്കിൽ താമസിച്ചോണം. പക്ഷെ ഒന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസം കറക്റ്റാണോ, ഇതൊന്നും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അനുഭവങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്ത് പറയുമെന്ന് ചോദിക്കും. ഞാനിതിന് ഉണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കാനല്ല, ഈ അനുഭവങ്ങൾ ഇങ്ങനെ പലരും പറയുന്നു, ദൈവവചനം ഇതിന് എന്ത് പറയുന്നു എന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഞാൻ ആൾക്കാരുടെ വാദങ്ങളെ, ആൾക്കാർ കണ്ട കഥകളെ ന്യായീകരിക്കാൻ പറയുന്ന അല്ല. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വന്ന അനുഭവത്തിൽ പല ഭവനങ്ങളിൽ സന്ദർശിക്കാനും പല ഭവനങ്ങളിൽ പ്രാർത്ഥിക്കാനുമായിട്ട് പോകുമ്പോൾ, ഇതേ വിഷയങ്ങളുള്ള ചില ഭവനങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോയ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നടന്ന ചില വിഷയങ്ങളാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അവിടെ ചില നടക്കുന്ന ചില അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞത്. ഈ അടുത്ത് ഞങ്ങൾ റീസെൻ്റ്ലി ഒരു ഭവനത്തിൽ പോയിരുന്നു. ആ ഭവനത്തിലെ വിഷയം ഇതാണ്: അവിടുത്തെ ഒരു ആൻറ്റി ഇങ്ങനെ ജനലിൽ കൂടെ നോക്കുമ്പോൾ, TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ജനൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു. ജനലിൽ കൂടെ നോക്കുമ്പോൾ ഒരു തലയില്ലാത്ത ഒരു മനുഷ്യൻ നടന്നു പോകുന്നു, വളരെ വ്യക്തമായി ആൻറ്റി കണ്ടു. ആ ഭവനത്തിൽ തന്നെ വീണ്ടും ഒരു പ്രാവശ്യം ആൻറ്റി നോക്കുമ്പോൾ ഒരു പെയിൽഡ് ഫേസ്, ഒരു വിളറിയ മുഖം, അവരെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ആൻറ്റി കാണാൻ സാധിക്കുന്നുണ്ടായി. ഇങ്ങനെ പല പ്രാവശ്യം ഉള്ള അനുഭവങ്ങൾ അവിടെ ഉണ്ടായി. ഇങ്ങനെ ഒരു അനുഭവം അവരുണ്ടായി. അവർ ഞങ്ങളെ വിളിച്ചു, ഒന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഇതുപോലുള്ള അസ്വസ്ഥതകൾ ഞങ്ങളുടെ ഭവനത്തിലുണ്ട് എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിലെ ടീം, ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ ഞങ്ങളുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ആത്മീയ പിതാവ് ഷുവറിൻ്റെയും ഞങ്ങളുടെ ടീം അംഗങ്ങൾ എല്ലാം കൂടെ ഞങ്ങൾ ആ ഭവനത്തിൽ പോവുകയും അവിടെ ശുശ്രൂഷ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് ആ ഭവനത്തിൽ ശുശ്രൂഷയ്ക്ക് പോയ അനുഭവത്തിൽ ഞങ്ങളുടെ മുമ്പിലും ഇതുപോലെ ഒരു ബീഡി വലിക്കുന്ന ഒരാളുടെ, ആ വീട്ടിൽ മരിച്ച ഒരാളായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം, ഒരു ബീഡിയുടെ മണം വന്നു. ഞങ്ങൾ ആ വീട്ടിൽ രാത്രി 12 മണിക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കാൻ ഞങ്ങളുടെ മുമ്പിലും ഇങ്ങനെ ആൾ നടന്നു വന്ന ഒച്ച ഞങ്ങളുടെ ജസ്റ്റ് മുമ്പിൽ കേൾക്കുവാൻ ഞാൻ സാക്ഷ്യമാണ്. നമ്മുടെ ടീമുള്ള മറ്റു പ്രദേശത്തിൻ്റെ സാക്ഷിയാണ്. നമ്മുടെ മുമ്പിലാണ് ഇങ്ങനെ നടന്നു പോകുന്ന ഒച്ച കേട്ടോ. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഞങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് വേറൊരു ഭവനത്തിൽ ഇതുപോലെ തന്നെ അവിടുത്തെ ഒരു ലേഡി കുഞ്ഞിന് പാലം കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ജനൽച്ചില്ലിൽ ഒരു കൈ വന്നിങ്ങനെ പതിച്ചു. അവൾ നോക്കുമ്പോൾ ഒരു കൈ ഇങ്ങനെ വന്ന് ജനൽച്ചില്ലിൽ പതിച്ചു. പെട്ടെന്ന് അവൾ വിളിച്ചു. അവൾ വീട്ടിലെ മറ്റ് സഹോദരങ്ങൾ ഇറങ്ങി വീടിൻ്റെ പുറത്ത് നോക്കിയപ്പോൾ അവിടെ ഒന്നും ആരുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ അവിടെ വരുമ്പോൾ പട്ടി കുരയ്ക്കുന്നു, ഇങ്ങനെയുള്ള ഭയങ്കര അസ്വസ്ഥതകളൊക്കെ അന്തരീക്ഷത്തിൽ കേൾക്കാനൊക്കെ സാധിച്ചു എന്ന് അവർ സാക്ഷ്യപ്പെടുത്തി. ഇതൊക്കെ ഓരോ ഭവനങ്ങളുടെ അനുഭവമാണ്. ഇനി അതെല്ലാം പോട്ടെ, ഇനി ഞാൻ ഈ പറയുന്ന വാദത്തോട് ചിലർക്ക് യോജിക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഭവനം, ഇത് ഞങ്ങളുടെ ഒരു ആത്മീയ സഹോദരങ്ങളുടെ ഭവനമാണ്. ഈ ഭവനത്തിൽ ഇവിടെയുള്ളവർക്ക് അനുഭവമുണ്ട്. ഈ ഭവനത്തിലെ ഗൃഹനാഥൻ, അദ്ദേഹം കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലേഡി, ഒരു റെഡ് നൈറ്റിയോ എന്തോ ഉടുപ്പിട്ട ഒരു പ്രത്യേക ഒരു ശരീരപ്രകൃതിയുള്ള ഒരു ലേഡി പെട്ടെന്ന് ഇങ്ങനെ അവരുടെ ആ പുറകത്തെ വർക്ക് ഏരിയ കൂടെ ഇങ്ങനെ പെട്ടെന്ന് രാത്രി നടന്നു പോകും.
ഒരു മിന്നായം പോലെ പെട്ടെന്ന് നോക്കി കുറയുന്നത് പെട്ടെന്ന് ഇങ്ങനെ മാഞ്ഞു. അവർക്ക് അനുഭവം. അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല. ഇവിടെ ഗൃഹനാഥനും ഭാര്യയും മകനും മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. എന്നാൽ ഇവിടെ അങ്ങനത്തെ അനുഭവം. ഇവിടുത്തെ ഈ വീട്ടിലെ ഗൃഹനാഥിയ സഹോദരി അവർ പറയുന്നു, അവൻ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ നിഴല് നടന്നു പോകും. ഈ വീട്ടിലെ, ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ വീട്ടിലെ അനുഭവമാണ്. ഇതിനെപ്പറ്റി വിമർശിക്കുന്നവർ ഉണ്ടെങ്കിൽ, ഇതൊന്നും ഇല്ല എന്ന് പറയുന്നവർ, നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഇങ്ങനെയുള്ള ഭവനങ്ങളിൽ വന്ന് നിങ്ങൾ താമസിക്കും. അടി കിട്ടുന്ന വീടുണ്ട്, കിടക്കുന്ന കട്ടിൽ മുന്തി താഴെ ഇടുന്ന വീടുണ്ട്, കഴുത്തെ ഞെക്കി പിടിക്കുന്ന ഭവനങ്ങളുണ്ട്, അടി മോർത്തിട്ട് അടി കിട്ടുന്ന ഇങ്ങനെയുള്ള അനുഭവങ്ങൾ, പുറയിൽ ആരോ വന്ന് നിൽക്കുന്ന പോലെയുള്ള അനുഭവങ്ങൾ, ഇങ്ങനെയുള്ള ഭവനങ്ങളുണ്ട്. അങ്ങനെയുള്ള ഭവനങ്ങളിലേക്ക് നിങ്ങളൊന്ന് വരൂ, നിങ്ങളൊന്ന് അനുഭവിച്ച് നോക്കൂ, ഉള്ളതാണോ ഇല്ലതാണോ. ഇനി ഞാൻ ഈ പറയുന്ന വാദങ്ങൾ മനുഷ്യർ പറഞ്ഞ വാദങ്ങളാണ്. എന്നാൽ നമ്മുടെ ചിന്ത ബൈബിൾ എപ്രകാരം പറയുന്നു എന്നതിൻ്റെ പിന്നെയാണ് നമ്മൾ ചിന്തിക്കാൻ പോകേണ്ടത്. കാരണം ആൾക്കാർ പല അഭിപ്രായങ്ങളും പറഞ്ഞേക്കാം, മനുഷ്യരാണ്. പക്ഷേ ദൈവം ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? കർത്താവായ യേശുക്രിസ്തു, ദൈവമായ കർത്താവ്, ത്രിയേക ദൈവം ഇതിനെപ്പറ്റി എന്ത് സംസാരിക്കുന്നു? ബൈബിൾ വചനങ്ങളിലേക്ക് നമുക്ക് പോകാം. ബൈബിൾ എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ സുവിശേഷം, മത്തായി എഴുതിയ സുവിശേഷം, അതിൻ്റെ 14-ാം അധ്യായം 26-ാം വാക്യം. യേശു കടലിന്റെ മേൽ നടന്നു വരുന്നത് കണ്ട് അവർ വിളിച്ചു, ഭൂതം എന്ന് അവര് അപ്പോസ്തലന്മാർ ഉറക്കെ വിളിച്ചു. മത്തായി 14:26. അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി, ഇതാ ഭൂതം എന്ന് പറഞ്ഞ് ഭയം നിമിത്തം നിലവിളിച്ചു. അപ്പോൾ യേശുവിനെ കടലിന് മുകളിൽ നടന്നു വന്നു കണ്ടപ്പോൾ ശിഷ്യന്മാർ ഭൂതം എന്ന് പറഞ്ഞ് നിലവിളിച്ചു. അപ്പൊ നമ്മൾ വേണേ ചിന്തിക്കാം, ഭൂതം എന്നുള്ളൊരു ബിലീഫ് ഈ യഹൂദന്മാരുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് അവരിങ്ങനെ ഒരു സംഭവം കാണുമ്പോൾ ഭൂതം അവരുടെ ഉള്ളിലുള്ള ഭയം നിമിത്തം പറഞ്ഞതായിരിക്കാം എന്ന് വിചാരിക്കാം. ഭൂതം എന്നൊക്കെ. അപ്പോൾ ശിഷ്യന്മാര് ഭൂതം എന്ന് വിളിച്ച് നിലവിളിക്കുന്നുണ്ട്. യേശു ഉടനെ അവരോട് പറഞ്ഞു, സംസാരിച്ച്, ധൈര്യമായിരിക്കും, ഞാനാണ്, ഭയപ്പെടേണ്ടത്. ഇങ്ങനൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു മറുചോദ്യം വരാം, അത് ശിഷ്യന്മാര് പറഞ്ഞ വാക്കല്ലേ, ദൈവം ഒന്നും പറഞ്ഞില്ലല്ലോ. എന്നാൽ നമുക്ക് വീണ്ടും കൂടുതൽ തെളിവുകളിലേക്ക് ബൈബിളിലേക്ക് നമുക്ക് പോകുമ്പോൾ ദൈവം അതിനെന്ത് പറയുന്നു? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം, അതിൻ്റെ 24-ാം അധ്യായം 36 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 36 മുതൽ നമുക്കൊന്ന് വായിക്കാം. അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യേ പ്രത്യക്ഷനെ അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. അവർ ഭയന്നു വിറച്ചു. ഭൂതത്തെയാണ് കാണുന്നത് എന്ന് അവർ വിചാരിച്ചു. സ്തോത്രം. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന്? എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ. എന്നെ സ്പർശിച്ചു നോക്കുവിൻ. എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിനില്ലല്ലോ. യേശു പറയുന്നത്, എന്നെ സ്പർശിച്ചു നോക്ക്, ടച്ച് ചെയ്യാൻ നോക്ക്. എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിനില്ലല്ലോ. സ്തോത്ര, ഹല്ലേലൂയ. അപ്പൊ യേശു ഭൂതം ഇല്ല എന്ന് അവരോട് പറഞ്ഞിട്ടില്ല. ഭൂതത്തിന് എനിക്കുള്ള പോലെ ഇല്ല. അപ്പോൾ ഭൂതം ഭൂതത്തിന്റെ ഒരു ക്യാരക്ടർ അവിടെ കാണാൻ സാധിക്കും. എന്താണത്? അതിൻ്റെ 24:37 ഭൂതത്തെയാണ് കാണുന്നത് എന്നവർ വിചാരിച്ചു. കാണുന്നത്, ഈ ഭൂതത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് കാണുക, കാഴ്ചകൾ, ശബ്ദം, കേൾവി. ഇതിനുള്ള ഞാൻ തെളിവ് ബൈബിളിൽ നിന്ന് തരാം. ഇപ്പോൾ ഇവിടെ തന്നെ പറയുന്നത് കാണുന്നത് ഭൂതത്തെയാണ്. അപ്പൊ കാണുന്ന അപ്പിയറൻസ് തരിക, സൗണ്ട് എഫക്റ്റുകൾ കേൾക്കുക, നടക്കുന്ന ഒച്ച, ഇങ്ങനെയൊക്കെയുള്ള ഇത് ഭൂതത്തിന്റെ രീതിയാണ്. കർത്താവിൽ പ്രിയരെ വളരെ ശ്രദ്ധിക്കണം. ദൈവവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ സാത്താന്റെ ഈ സൈന്യഗണത്തെ, ഈ സാത്താന്റെ ഗണത്തിനെ പല രീതിയിൽ ആണ് ബൈബിൾ വ്യാഖ്യാനിക്കുന്നത്. ഒന്ന്, ഡെമൺ എന്ന് പഠിപ്പിക്കുന്നുണ്ട് ദൈവവചനം. ഡെമൺ എന്ന് പറഞ്ഞാൽ പിശാചാണ്. രണ്ടാമത് പഠിപ്പിക്കുന്ന ഈവിൾ സ്പിരിറ്റ് ആണ്. മൂന്നാമത് പഠിപ്പിക്കുന്ന ഭൂതം. ഇത് മൂന്നായിട്ടാണ് ബൈബിൾ വ്യാഖ്യാനിക്കുന്നത്. ഡെമൺ എന്ന് പറയുന്നു, ഈവിൾ സ്പിരിറ്റ് എന്ന് പറഞ്ഞു, ഗോസ്റ്റ് എന്ന് പഠിപ്പിക്കുന്നു. ഡെമന്റെ, പിശാചിന്റെ രീതി വേറെ, പിശാച് രോഗങ്ങളെ വിതയ്ക്കുന്നതാണ്. ഈവിൾ സ്പിരിറ്റ്, ഈ 3 ഗണത്തിൽ ഏറ്റവും ഡേഞ്ചറസ് ആണ് ഈവിൾ സ്പിരിറ്റ്. അത് മരണം കൊണ്ടുവരുന്നതാണ്. സൂയിസൈഡൊക്കെ കൊണ്ടുവരുന്നത്, ഒരുത്തനെ മരണത്തിലേക്ക് നയിക്കുന്നത് ഈവിൾ സ്പിരിറ്റാണ്. ഭൂതത്തിന്റെ പ്രത്യേകതയാണ് ഈ നടക്കുന്ന എഫക്റ്റുകൾ, കാഴ്ച കാണുക, സൗണ്ട് എഫക്റ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ.
ഡെമൺ എന്ന വിഷയത്തെക്കുറിച്ചും ഈവിൾ സ്പിരിറ്റിനെ കുറിച്ചും ദൈവം അനുവദിക്കുമെങ്കിൽ കൃപയാൽ നമുക്ക് വേറൊരു ദിവസം നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഗോസ്റ്റ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഭൂതം ആവസിച്ചാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഭൂതത്തിന്റെ രീതികൾ എന്താണ്? ഒന്ന്, കാണുന്നതാണ്. അപ്പോൾ ശിഷ്യന്മാർ ഇങ്ങനെ യേശുവിനെ കണ്ടപ്പോൾ അവർ ഭയന്ന് വിറച്ചു. ഭൂതത്തെയാണ് കാണുന്നത് വിചാരിച്ചു. യേശു പറഞ്ഞു, അല്ല, എന്നെ തൊട്ട് നോക്ക്, എനിക്കുള്ള പോലെ മാംസാസ്ഥിയും ഭൂതത്തിനില്ലല്ലോ, ഭൂതത്തിന് അങ്ങനെ ഒന്നില്ല എന്ന് യേശു പറയാണ്. അപ്പൊ ഭൂതം ഇല്ല എന്ന് യേശു പറഞ്ഞിട്ടല്ല, ഭൂതത്തിന് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ ഭൂതമുണ്ട്, പക്ഷെ അത് ടച്ചബിൾ ആയ മാംസം അസ്ഥികളും ആയിട്ട് ഭൂതത്തിന് വരാൻ പറ്റത്തില്ല. അത് ഇങ്ങനെ മിന്നി മറയുന്ന പോലെ ഒരു രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒന്നാണ് ഭൂതമെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. സ്തോത്ര, ഹല്ലേലൂയ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഓരോ എഫക്റ്റുകൾ ഭവനത്തിൽ എത്താനുള്ള കാരണം എന്താണ്? നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഭവനത്തിൽ വസ്തുവകളിൽ ഈ ഭൂതത്തിന് ആവസിക്കാൻ സാധിക്കും. നമുക്കറിയാം, ഈ ഭവനങ്ങളെ ബാധിക്കുന്ന ബോണ്ടേജിനെ ഇൻഫെസ്റ്റേഷൻ ബോണ്ടേജ് എന്നാണ് പറയുന്നത്. അതായത് വസ്തുവകളെ ബാധിക്കുന്ന ബോണ്ടേജ് അല്ലെങ്കിൽ കെട്ടുകൾ. അപ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങൾ താമസിക്കുന്ന ഭവനമാകട്ടെ, വസ്തുവകളാകട്ടെ, അതിൻ്റെ മേൽ അവകാശപ്പെടുത്താൻ ഈ ദുർഭൂതങ്ങൾക്ക് സാധിക്കും. എങ്ങനെയാണ് ഈ ഭവനങ്ങളുടെ മേൽ ഇതുപോലുള്ള അവസ്ഥകൾ വരുന്നത്? ചില വീടുകളുണ്ട്, വാതിക്കെ മുട്ടും നോക്കി. ഞങ്ങളൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. ഈ പ്രാർത്ഥിക്കാൻ എല്ലാ സഹോദരങ്ങളെ വീട്ടിലിരിക്കും, പെട്ടെന്ന് വാതിക്കൽ വന്നിട്ട് ഇങ്ങനെ 3 പ്രാവശ്യം ടക്ക് 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 എന്ന് മുട്ടി. അപ്പോൾ ഈ ഗ്രില്ലിട്ട ഫ്രണ്ടിലത്തെ റൂം, ഗ്രില്ലിട്ട റൂം ഹാഫ് കട്ടൻ ഇട്ടുണ്ട്. ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ വാതിക്ക മുട്ടുകെട്ട് ഞങ്ങൾ കുറച്ച് സഹോദരങ്ങൾ ആ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനാണ് ഇത് ആരാ മുട്ടിയെന്ന് അറിയാൻ വേണ്ടി ചെന്ന് നോക്കിയത്. വാതിൽ തുറക്കാതെ തന്നെ ഈ ഗ്രില്ലിൽ കൂടെ നോക്കിയാൽ അറിയാം ഫ്രണ്ടിൽ ആരാ നിൽക്കുന്നതെന്ന്. ഈ മുട്ടിയ അവസ്ഥയിൽ തന്നെ ഞാൻ നോക്കി, ഫ്രണ്ടിൽ ആരുമില്ല. വാതിൽ വളരെ ക്ലോസ് ചെയ്തേക്കുക, മുറ്റത്ത് ലൈറ്റ് ഇട്ടുണ്ട്, അവിടെ ആരുമില്ല. പക്ഷെ വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ വന്ന് ശക്തിയായിട്ട് വാതിൽ വന്ന് മുട്ടിയത് ഞങ്ങളെല്ലാവരും കേട്ടതാണ്. ഈ മുട്ടിയതിന് ഞാൻ വെച്ച് അടുത്തിരുന്ന സഹോദരന്റെ കാല് മുട്ടിയായിരിക്കുന്നു. അവൻ പറഞ്ഞു ഞാനൊന്നുമല്ല. ഉടനെ ഞങ്ങൾ ഗ്രില്ലിൽ കൂടെ നോക്കിയപ്പോൾ ആരുമില്ല. ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് ഒരു ഭവനങ്ങളിൽ ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടാകുന്നു? ഇതാണ് നമ്മുടെ ചോദ്യം. ഇങ്ങനെ ആള് നടക്കുന്ന ഒച്ച, കുളിക്കുന്ന ഒച്ച, ടെറസിൽ കൂടെ നടന്നു പോകുന്നു, മുറ്റത്തൂടെ നടക്കുന്നു, ആരൊക്കെയോ കാണുന്നു. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. ഇതിനെല്ലാം ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ദൈവവചനം ഇതിനെക്കുറിച്ച് വ്യക്തമായ ഉദാഹരണങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് ദൈവവചനത്തിലേക്ക് പോകാം. നമുക്ക് സ്തുതിക്കാൻ. കർത്താവേ, യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം ഞങ്ങളെ വിടുവിക്കണം. നമുക്കൊരു ബൈബിൾ ഭാഗം പരിശോധിക്കാം. അത് POC ബൈബിളിൽ അപ്പോക്രിഫയുടെ പുസ്തകമാണ്, ജ്ഞാനം എന്ന പുസ്തകം. ജ്ഞാനത്തിന്റെ പുസ്തകം, അതിന്റെ 17-ാം അധ്യായം 3-ാം വാക്യം നമുക്കൊന്ന് പരിശോധിക്കാം. വിസ്മൃതിയുടെ ഇരുണ്ട മറയ്ക്കുള്ളിൽ നിങ്ങളുടെ രഹസ്യപാപങ്ങൾ കണ്ടുപിടിക്കപ്പെടുകയില്ലെന്ന് തെറ്റിദ്ധരിച്ച അവർ ഭയചകിതരായി ചിതറിപ്പോയി. ദുർഭൂതങ്ങൾ അവരെ ഭയാക്രാന്തരാക്കി. ഭൂതങ്ങൾ ഭയപ്പെടുത്തുന്നതാണ്. ഭൂതങ്ങളുടെ സ്വഭാവ രീതി ഭയപ്പെടുത്തുക, പേടിപ്പിക്കുക എന്നുള്ളതാണ്. ആളുടെ രൂപത്തിൽ ശബ്ദമാക്കി ഇങ്ങനെ പല രീതിയിൽ ഭയപ്പെടുത്തും. ഇനി അടുത്തത് 4-ാം വാക്യം, 17-4 പോകാം. ഉള്ളറകളിലായിരുന്നിട്ടും അവർ ഭയവിമുക്തരായില്ല. അവർക്ക് ചുറ്റും ഭീകര ശബ്ദങ്ങൾ മുഴങ്ങി. ഇരുണ്ട ഉഗ്രസത്വങ്ങൾ അവരെ വേട്ടയാടി. ഭീകര ശബ്ദങ്ങൾ മുഴങ്ങി കേൾക്കും. ഇരുണ്ട ഉഗ്രസത്വങ്ങൾ അവരെ ഭയപ്പെടുത്തും, വേട്ടയാടും. അഗ്നിക്ക് പ്രകാശം പകരാൻ സാധിച്ചില്ല. നക്ഷത്രങ്ങളുടെ ദീപ്തരശ്മികൾ ആ വെറുക്കപ്പെട്ട രാത്രിയെ പ്രകാശിപ്പിച്ചില്ല. സ്വയം ജ്വലിച്ചതും ഭീകരവുമായൊരു അഗ്നിയെ മറ്റൊന്നും അവരുടെ മേൽ പ്രകാശിച്ചില്ല. തങ്ങൾ കാണുന്ന വസ്തുക്കൾ അദൃശ്യ വസ്തുക്കളെക്കാൾ ഭീകരമാണെന്ന് അവർക്ക് തോന്നി. ഇനി അതിന്റെ കാരണം പറയാണ്, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അവരുടെ മാന്ത്രിക കലയുടെ വ്യാമോഹം തറപറ്റി. മന്ത്രവാദം, ആഭിചാരം. കർത്താവിൽ പ്രിയരെ, നിങ്ങൾ അന്യാരാധന സംബന്ധിച്ച വിഷയങ്ങൾ, മന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങൾ നിങ്ങളുടെ ഭവനത്തിലോ നിങ്ങൾ അതുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഇതുപോലെ അനുഭവങ്ങൾ നിങ്ങളുടെ ഭവനത്തിലോ നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ദൈവവചനം പറയും. അവരുടെ മാന്ത്രിക കലകളുടെ വ്യാമോഹം തറപറ്റി. അവർ അഭിമാനം കൊണ്ട് ആ വിദ്യ പരിഹാസ്യമായി. രോഗബാധിതമായ മനസ്സിന്റെ ഭയവും വിഭ്രാന്തിയും മാറ്റാമെന്നേറ്റവർ തന്നെ പരിഹാസ്യമായ ഭയത്തിന് അടിമപ്പെട്ടു. ഭയപ്പെടാൻ ഒന്നും ഇല്ലായിരുന്നിട്ടും അവർ മൃഗങ്ങൾ പോകുമ്പോഴും സർപ്പങ്ങളുടെ സത്കാരം കേൾക്കുമ്പോഴും പേടിച്ച് വിറച്ചു. അവർ ഭയം കൊണ്ട് വിറച്ചു നശിച്ചു. ഒരിടത്ത് നിന്ന് ഒഴിവാക്കാൻ വയ്യാത്ത വായുവിൽ പോലും കണ്ണു തുറന്നു നോക്കാൻ അവർക്ക് ധൈര്യമില്ല. സ്തോത്രം ചെയ്യുന്നു. ഇതായത്
നീ മന്ത്രവാദങ്ങൾക്ക്, ആഭിചാരങ്ങൾക്ക് പോയാൽ നിന്റെ ഭവനത്തിൽ ഭൂതങ്ങൾ വസിക്കും. നിന്റെ ഭവനത്തിൽ അത് ഭീകര ശബ്ദങ്ങളായി നിന്നെ ഭയവിചിക്തരാക്കും എന്ന് ദൈവവചനം പറയുന്നത് ഞാൻ വായിച്ചതല്ല. മന്ത്രവാദം അതിൻ്റെ കാരണമാണ്. ഇൻഫെസ്റ്റേഷൻ ബോണ്ടേജ് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. നിന്റെ ഭവനത്തെ വസ്തുവകളെ അടിമപ്പെടുത്തുന്ന ബോണ്ടേജ്. നിന്റെ ഭവനത്തിൽ ഭൂതങ്ങളുടെ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ, ആവാസം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ അവസ്ഥ നിങ്ങളുടെ ഭവനത്തിലുണ്ടാകും. എപ്രകാരം നമുക്കിതിൽ നിന്ന് മോചനാകാം? കർത്താവിൽ പ്രിയരെ, എല്ലാ നാമങ്ങൾക്കും മീതായ യേശുവിൻ്റെ നാമത്തിൻ്റെ മുൻപിൽ ഒരു ശക്തിക്ക് നിൽക്കാൻ സാധിക്കത്തില്ല. യേശുവിൻ്റെ നാമം നീ പ്രയോഗിച്ചോ, ഇതിൻ്റെ അവസ്ഥകൾ മാറും. ഞാൻ പറഞ്ഞിരുന്നല്ലോ, കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ കഴുത്തിൽ ദേഹത്തൊരു ഭാരമുള്ള മനുഷ്യൻ കയറി ഇരുന്നിട്ട്, എൻ്റെ നെഞ്ചിരുന്നിട്ട് എൻ്റെ കഴുത്ത് ഞെക്കിപ്പിടിച്ച അനുഭവം. എനിക്ക് സംസാരിക്കാൻ സാധിക്കാത്തൊരവസ്ഥ വന്നു. എപ്പോഴോ ആ പിടിയൊന്ന് അയഞ്ഞ സമയത്ത് എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റി. ആ ശ്വാസം എടുക്കാൻ പറ്റിയ സമയത്ത് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എന്ന് ഞാൻ ശ്വാസിച്ച് പ്രാർത്ഥിച്ചു. അയോഗ്യനും പാപിയുമായ ഒരു വ്യക്തി തന്നെ ഞാൻ. പക്ഷെ യേശുവിൻ്റെ നാമം പ്രയോഗിച്ചപ്പോൾ ആ നാമത്തിൻ്റെ ശക്തി ഇറങ്ങി വന്ന് ആ അന്ധകാര ശക്തിയെ അവിടെ തെറിപ്പിച്ചു. അത് അപ്പം തന്നെ ദേഹത്ത് നിന്ന് വിട്ടുമാറി. എനിക്കത് ഭയങ്കര സവോക്കേഷൻ വന്നു. ഞാൻ കുറേ ഇരുന്നിങ്ങനെ ശ്വാസം വലിച്ചു. ആ ഭാര നെഞ്ചിനിങ്ങനെ മാറിയ ഒരു അനുഭവം. എന്നാലും ആ ഇരുന്നതിൻ്റെ വേദന എൻ്റെ നെഞ്ചിലുണ്ടായിരുന്നു. വെയിറ്റുള്ള ഒരാൾ കയറിയിരുന്നതിൻ്റെ ഇങ്ങനെ അനുഭവം നമുക്കുണ്ടായിരുന്നു യേശുവിൻ്റെ നാമത്തിൻ്റെ മുമ്പ്. നിങ്ങളുടെ ആരെങ്കിലും ഭവനത്തിൽ ഇതേപോലെ അവസ്ഥ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ ഭവനത്തിൽ പ്രാർത്ഥനകൾ നടക്കണം. നിങ്ങളുടെ ഭവനം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മണ്ണ് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കണം. മാത്രമല്ല, ഭവനത്തിലെ എല്ലാ വ്യക്തികളും മാനസാന്തര അനുഭവത്തിൽ അവർ ജീവിക്കുകയും ദൈവവചന പ്രകാരം, ദൈവകൽപ്പന പ്രകാരം ജീവിക്കുകയും വേണം. എങ്കിൽ മാത്രമേ ഈ അന്ധകാരത്തിൻ്റെ സാന്നിധ്യങ്ങൾ ആ ഭവനത്തിൽ നിന്ന് അഴിയത്തുള്ളൂ. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം, കമൻറ്റ് ബോക്സിൽ എഴുതിയിടാം. നമ്മളിവിടെ പറയുന്നത് ഗോസ്റ്റിനെ പറ്റിയാണ്, ഭൂതത്തിനെ പറ്റിയാണ്. വേറെയുണ്ട്, പിശാചുണ്ട്, ഈവിൾ സ്പിരിറ്റ് ഉണ്ട്. അതിനെപ്പറ്റി ദൈവം അനുവദിക്കുമെങ്കിൽ നമുക്ക് കൂടുതൽ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.